പാകിസ്ഥാനെ ഞെട്ടിച്ച് വീണ്ടും ഭീകരാക്രമണം. തെക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കനത്ത ഭീകരാക്രമണം ഉണ്ടായത്. ഭീകരാക്രമണത്തിൽ നിരവധി പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോഴും ആക്രമണം ആ മേഖലയിൽ തുടരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഹെർനായി ജില്ലയിലാണ് വൻതോതിലുള്ള ആക്രമണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ഉണ്ടായത്. ആക്രമണത്തിൽ 18 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നുണ്ട്. അതേസമയം 12 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി BLA ഭീകരവാദികളെ കൊലപ്പെടുത്തിയെന്നുമാണ് പാകിസ്ഥാൻ സേന ഇപ്പോൾ അവകാശപ്പെടുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ ഈ ആക്രമണത്തെ അപലപിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വൻതോതിലുള്ള കയ്യേറ്റം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കലാട്ട്, ഹെർനായി ജില്ലകളുടെ ഭൂരിപക്ഷം പ്രദേശങ്ങളും BLA പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ വരുന്നു. ഈ മേഖലകളിലേക്ക് കൂടുതൽ പാകിസ്ഥാൻ സേന എത്തിച്ചേരുകയാണ്. റോഡുകൾ ഭൂരിഭാഗവും BLAയുടെ ഭീകരവാദികൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. റോഡുകളുടെ നിയന്ത്രണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളും പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് പുറത്തു വരികയാണ്. നിരവധി കാലങ്ങളായി ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ഭീകര സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ബലൂചിസ്ഥാൻ ആസ്ഥാനമായി ചുറ്റുമുള്ള ജില്ലകൾ കൂടി ചേർത്ത് ഒരു പ്രത്യേക രാജ്യം വേണം. പാകിസ്ഥാനിൽ നിന്നും അവർക്ക് സ്വതന്ത്രമാകണം. ഇതാണ് BLA ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യത്തിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടം നിരവധി കാലങ്ങളായി നടത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പൊടുന്നനെ കൂടുതൽ ശക്തിമത്തായി പാകിസ്ഥാൻ സൈന്യത്തെ കടന്നാക്രമിച്ചിരിക്കുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംഘർഷഭരിതമായ ബലൂചിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ ഭീകരരും സൈന്യവും നേരിട്ട് ഏറ്റുമുട്ടി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഗുരുതരമായ ഏറ്റുമുട്ടലുണ്ടായിട്ടുള്ളത്. ഏറ്റുമുട്ടലിൽ 18 പാകിസ്ഥാൻ സൈനികരും 23 ഭീകരന്മാരും കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ സേന നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. 2025 ഫെബ്രുവരി 1 ആദ്യ ആക്രമണം നടക്കുന്നത്. ഹെർനായി ജില്ലയിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ ദേശീയ സുരക്ഷാ സൈന്യത്തിന് നേരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ശക്തമായ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു. 11 ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പിന്നാലെ നിരവധി BLAയുടെ സൈനിക ക്യാമ്പുകളിലേക്ക്, അവരുടെ ഭീകര ക്യാമ്പുകളിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആക്രമണമുണ്ടായി എന്നുള്ള വാർത്തകളാണ് പിന്നാലെ എത്തുന്നത്. അതിന് തൊട്ട് തലേന്ന് വെള്ളിയാഴ്ച രാത്രി കാലാട്ടിലെ മാംഗോച്ചർ മേഖലയിൽ റോഡുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ സേനയ്ക്ക് നേരെയുള്ള അപ്രതീക്ഷിത മിന്നലാക്രമണമാണ് BLA ഭീകരന്മാർ നടത്തിയത്. ഈ മിന്നലാക്രമണത്തിൽ സൈന്യത്തിന് സാരമായ കേടുപാടുകൾ ഉണ്ടായെന്നും നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും ഇപ്പോൾ സൈന്യം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം BLA പറയുന്നത് പ്രകാരമാണെങ്കിൽ 2 പ്രധാനപ്പെട്ട ജില്ലകൾ, തെക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനോട് ചേർന്നുള്ള 2 പ്രധാനപ്പെട്ട ജില്ലകൾ ഇതിനകം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൈയടക്കി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് താലിബാൻ സേന പാകിസ്ഥാന്റെ കുറേയേറെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ സേന നടത്തിയ വ്യോമാക്രമണത്തിനുള്ള തിരിച്ചടിയായിട്ടാണ് പാകിസ്ഥാൻ അതിർത്തി കടന്നുകൊണ്ടുള്ള ഇരമ്പിക്കയറൽ താലിബാൻ ആർമി നടത്തിയത്. 10,000-ഓളം താലിബാൻ സൈനികരാണ് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് ആക്രമണത്തിന് തയ്യാറെടുത്ത് വന്നത് എന്നുള്ള വിവരങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. പാകിസ്ഥാന്റെ ഏറെക്കുറെ പ്രദേശങ്ങൾ താലിബാൻ ആർമി കടന്നു പിടിച്ചതായും അവിടേക്ക് കടന്നു കയറിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്. ഈ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയുടെ സൈനിക പിന്തുണയുണ്ട് എന്നുള്ള ആരോപണം പിന്നാലെ പാകിസ്ഥാൻ ഉന്നയിക്കുകയും ചെയ്തു. ഇന്ത്യയാണ് പരോക്ഷമായി താലിബാനെ പിന്തുണയ്ക്കുന്നത്. പാകിസ്ഥാന്റെ അതിർത്തിയിൽ സംഘർഷമുണ്ടാകാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇന്ത്യയാണ് താലിബാനെ സഹായിക്കുന്നത് എന്നുള്ള ഒരു പരാതിയും ഒരു ആരോപണവും ആ സമയത്ത് പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ പാകിസ്ഥാനിനുള്ളിൽ വലിയ സംഘർഷം. പാക് സേനയെ ഒരു പ്രദേശത്ത് നിന്ന് തുരത്തി ഓടിച്ചിരിക്കുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. സ്വയംഭരണാവകാശത്തിന് വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി പോരാടുന്നൊരു സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ആ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി
വൻതോതിലുള്ള ആക്രമണം ഇപ്പോൾ ഈ മേഖലകളിലേക്ക് നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ബലൂചിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന നിരവധി ചെറിയ ചെറിയ വിഘടന ഭീകരവാദ സംഘടനകളും തങ്ങളുടെ പ്രവിശ്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോരാടുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിനുവേണ്ടി അവർ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ നിരന്തരമായി പോരാടുന്നു. പ്രകൃതി വിഭവങ്ങൾ സമ്പന്നമായ പാകിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ സുരക്ഷാ സേനയും ഈ വിഘടനവാദി സംഘടനകളും തമ്മിലുള്ള സംഘർഷം പതിവാണ്. ബലൂചിസ്ഥാനിലും വടക്കു പടിഞ്ഞാറൻ ഖൈബർ പഷ്തൂൺ പ്രവിശ്യയിലും കഴിഞ്ഞ 2 വർഷമായി തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് പാകിസ്ഥാൻ സുരക്ഷാ സേനാംഗങ്ങളെയാണ് വിഘടനവാദികളും ഭീകരവാദികളും കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കൊലപ്പെടുത്തിയത്. നിരവധി സാധാരണക്കാരും ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ബലൂചിസ്ഥാൻ മേഖലയുടെയും ഖൈബർ പഷ്തൂഖാൻ മേഖലയുടെയും നിയന്ത്രണം ഏറ്റെടുക്കണമെന്നുള്ളതാണ് ഈ സംഘടനകളുടെ പ്രധാനപ്പെട്ട ആവശ്യം. 2024 മാത്രം പാകിസ്ഥാനിൽ നടന്ന ആക്രമണങ്ങളിലൂടെ പാകിസ്ഥാൻ ആർമിക്ക് നഷ്ടപ്പെട്ടത് 700ഓളം തങ്ങളുടെ സൈനികരെയാണ്. പാകിസ്ഥാൻ ആർമിക്ക് മാത്രമല്ല, പാകിസ്ഥാൻ ആർമിക്കും പാകിസ്ഥാനിലെ നിയമനിർമ്മാണ സംവിധാനങ്ങൾക്കും വലിയ ആഘാതം തന്നെയാണ് ഈ ഭീകരാക്രമണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനും ഖൈബർ പഷ്തൂൺ പ്രവിശ്യകളും രക്തച്ചൊരിച്ചിൽ ഏറെ അനുഭവിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ്. നിയമവിരുദ്ധമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തെഹ്രീക് പാകിസ്ഥാൻ അടക്കമുള്ള നിരവധി ഭീകര സംഘടനകളും ആക്രമണത്തിന്റെ ഉത്തരവാദികളാണ്. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സംഘർഷം പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാൻ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും താലിബാന്റെ വമ്പൻ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിനുള്ളിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുന്നു. ബലൂചിസ്ഥാനിലെ കട്ടാക്കടക്കമുള്ള 2 ജില്ലകളുടെ നിയന്ത്രണം BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ആഭ്യന്തര സംഘർഷങ്ങളാൽ ബുദ്ധിമുട്ടുകയാണ്, ആഭ്യന്തര സംഘർഷങ്ങളാൽ അലങ്കോലപ്പെടുകയാണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ. പാകിസ്ഥാനിലെ സാമ്പത്തിക നില നേരത്തെ തന്നെ തകർന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ ഭരണ സംവിധാനങ്ങൾ തകർന്നിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ആഭ്യന്തര സംഘർഷം, വിവിധ മത സംഘടനകൾ തമ്മിലുള്ള സംഘർഷം, വിവിധ ഭീകര സംഘടനകൾ പരസ്പരമുള്ള സംഘർഷം. ഇപ്പോഴിതാ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തന്നെ അയൽ രാജ്യങ്ങൾ കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാവുകയാണ്. പാകിസ്ഥാനെ കീറി മുറിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് പാകിസ്ഥാൻ തന്നെ ആരോപിക്കുകയാണ്. ഇന്ത്യയെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വിഘടനവാദവും ഭീകരവാദവും നടത്താൻ ഒരു കാലത്ത് ശ്രമം നടത്തിയ പാകിസ്ഥാൻ, ഇപ്പോഴും ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്ന പാകിസ്ഥാൻ, ഇന്ത്യയെ ഏറ്റവും വലിയ ശത്രുവായി കരുതിക്കൊണ്ട് ഇന്ത്യയെ എരിച്ചടക്കാൻ, ഇന്ത്യയിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ സ്വയം എരിഞ്ഞടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാകിസ്ഥാനിലേക്ക് വൻ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാനിലേക്ക് ഇപ്പോൾ നടന്ന ആക്രമണത്തിന് പിന്നിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണം ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യ എന്ന ആരോപണം ഇനിയും പാകിസ്ഥാൻ ഉന്നയിക്കും. കാരണം ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള ഓരോ ആരോപണങ്ങളുമാണ് പാകിസ്ഥാനെ പിടിച്ചു നിർത്തുന്നത്. നേരത്തെ താലിബാന്റെ ആക്രമണത്തിൽ ഭയന്നോടിയ പാക് സൈന്യം പറഞ്ഞത് ഇന്ത്യയുടെ സൈനിക പിന്തുണയോടുകൂടിയാണ് താലിബാൻ പാകിസ്ഥാനെ ആക്രമിച്ചത് എന്നാണ്.